എല്ലാ ആനിമെ പ്രേമികൾക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ജുജുത്സു കൈസൻ സീസൺ 3 ഒന്നാമത്തെ എപ്പിസോഡാണ് പറയാൻ പോകുന്നത്. നമ്മുടെ യൂജി തന്റെ കയ്യിലുള്ള രക്തം കഴുകി കളയുന്നതാണ് കാണിക്കുന്നത്. അതുകഴിഞ്ഞ് അടുത്ത സീൻ കാണിക്കുന്നു. യൂജി പുറത്തുള്ള ശബ്ദം കേൾക്കാൻ നോക്കുകയായിരിക്കും. അവിടെ ഒരു കെയർ സ്പിരിറ്റ് യൂജിയെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കും. യൂജിയാണെങ്കിലോ അവിടെ നിന്ന് ചാടി രക്ഷപ്പെട്ട് ഓടാൻ തുടങ്ങി. അവൻ പോകുന്ന വഴിക്ക് കയ്യിൽ കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും യൂജിയുടെ പുറകെ ആ കെയർ സ്പിരിറ്റ് വന്നു. പക്ഷേ അതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാലും നമ്മുടെ യൂട്ടയുടെ കയ്യിൽ യൂജി കുടുങ്ങി. അതിനുശേഷം നമ്മുടെ ടോജിയുടെ സെനിൻ ക്ലാൻ കാണിക്കുന്നു. അവിടെ നവോയ എന്ന് പറഞ്ഞ ഒരുത്തൻ ഉണ്ടാവും. അവൻ അറ്റൻഡറോട് ചോദിക്കും, ആ മാക്കി എന്ന് പറഞ്ഞവൾ മരിച്ചോ? നവോയ ഗ്രേഡ് 1-ലുള്ള ഒരു സോർസർ ആണ്. അതുപോലെ ടോജിയെപ്പോലെ ഒരുപാട് ശക്തിശാലിയാണ്. നവോയ മാക്കിയെപ്പറ്റി ചോദിക്കാനുള്ള കാരണം സെനിൻ ക്ലാനിന്റെ ലീഡറാവാനുള്ള ആഗ്രഹത്തിൽ മാക്കി ഒരു തടസ്സമാകുമെന്ന് നവോയ്ക്ക് അറിയാം. അങ്ങനെ അവൻ റൂമിനകത്തേക്ക് പോയ ഉടൻ അവിടെ 2 പേരുണ്ടാകും. അങ്ങനെ അവൻ അടുത്ത ലീഡർ ഞാനാണ്, എനിക്കാന്നതിന് അർഹത എന്നൊക്കെ പറയാൻ തുടങ്ങും. അപ്പോ അവൻ ടോജിയെപ്പറ്റി പറയാൻ തുടങ്ങുമ്പോൾ അവിടെയുള്ള ഒരാൾ അവന്റെ കഴുത്തിലേക്ക് കത്തിവെക്കും. പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയില്ല, കാരണം അവനാണ് അടുത്ത സെനിൻ ക്ലാനിന്റെ ലീഡർ. അങ്ങനെ അവിടേക്ക് ഒരു വയസ്സൻ വന്നിട്ട് പറയും, സെനിൻ ക്ലാനിന്റെ ആദ്യ ലീഡർ മരിച്ചതുകൊണ്ട് ഇനിയുള്ള ലീഡർ സ്ഥാനം നവോയ്ക്കാണ്. കൂടാതെ അവനായിരുന്നു സ്വത്തുക്കളുടെ മുഴുവൻ അവകാശി. പക്ഷേ അതിലൊരു കുഴപ്പമുണ്ട്. എന്തെങ്കിലും കാരണത്താൽ ഗോജോ മരണപ്പെടുകയോ സീൽ ചെയ്യപ്പെടുകയോ ചെയ്താൽ ഈ സെനിൻ ക്ലാനിന്റെ ലീഡർ സ്ഥാനം മെഗൂമിക്ക് ലഭിക്കും. അത് കേട്ടതും നവോയ്ക്ക് നന്നായി ദേഷ്യം വന്നു. അവൻ ചോദിക്കും, മെഗൂമി ഇപ്പോൾ എവിടെയാണുള്ളത്? അവർ പറയും, ടോക്കിയോയിലാണ് അവൻ ഇപ്പോഴുള്ളത്. അങ്ങനെ നവോയ ടോക്കിയോയിലേക്ക് പോകാൻ ഒരുങ്ങിക്കൂടാതെ യൂജിയെയും മെഗൂമിയെയും ഇല്ലാതാക്കണം എന്നായിരുന്നു അവന്റെ മനസ്സിൽ. അതിനുശേഷം യൂജിയെ കാണിക്കും. പഴയ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരിക്കും അവൻ. അതുകൊണ്ട് ചോസോ അവന്റെ പിന്നിൽ വന്ന് ചോദിക്കും, നിന്റെ മുറിവുകൾക്ക് ഇപ്പോൾ ഉണക്കമുണ്ടോ? അവൻ പറയും, ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല, അവസാനം കിട്ടിയ അടിയുടെ മുറിവുകൾ മാത്രമേ വേദനിക്കുന്നുള്ളൂ. പക്ഷേ യൂജി ചിന്തിക്കുന്നത് സുഗുണ കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് പേരെ കൊല്ലേണ്ടി വന്നു. അവൻ ഇപ്പോൾ മെഗൂമിയെ വെച്ച് പുതിയ പദ്ധതി വരെ രൂപീകരിക്കുന്നുണ്ട്. എന്നിട്ട് യൂജി ചോദിക്കും, നിനക്ക് എന്റെ കൂടെ നിൽക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കാരണം ഞാൻ കാരണമാണ് നിന്റെ സഹോദരന്മാർ കൊല്ലപ്പെട്ടത്. ചോസോ പറയും, അതിനൊരു കുഴപ്പവുമില്ല, എന്റെ സ്ഥാനത്ത് അവരാണെങ്കിലും നിന്നോട് ക്ഷമിക്കും, കാരണം നീ എന്റെ സഹോദരനാണ്. എന്നിട്ട് യൂജിയോട് ജുജുത്സു ഹൈയിലേക്ക് പോകാൻ പറയും. അതിനുശേഷം യൂജി ഒരു സ്ഥലത്ത് നിന്ന് ക്ലാപ്പ് ചെയ്യുമ്പോൾ എല്ലാ കെയർ സ്പിരിറ്റ് വന്ന് അവനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അവനാണെങ്കിൽ കൊല്ലാൻ പറ്റുന്നതിനെയൊക്കെ കൊന്ന് വേഗത്തിൽ ഓടാൻ തുടങ്ങും. അങ്ങനെ വലിയ വലിയ കെയർ സ്പിരിറ്റിനെയൊക്കെ കൊന്ന് അവൻ ടണലിനുള്ളിലേക്ക് പോകുന്നു. അവന്റെ പിന്നിൽ തന്നെ ഒരുപാട് കെയർ സ്പിരിറ്റ് ഉണ്ടാകും. അങ്ങനെ ടണലിനുള്ളിൽ നിന്നും യൂജി ഒരു സൗണ്ട് കൊടുക്കുമ്പോൾ ചോസോ അവന്റെ ടെക്നിക്ക് വെച്ച് എല്ലാവരെയും കൊന്നുകളയുന്നു. ചോസോ കുറച്ചുനേരം യൂജിയെ നോക്കി നിൽക്കും. അവൻ ഒരുപാട് ബലശാലിയായിരിക്കുന്നു. കൂടാതെ അവന്റെ കെയർസ് എനർജിയും ഒരുപാട് വികസിച്ചിരിക്കുന്നു. കഴിഞ്ഞ എല്ലാ ഫൈറ്റുകളിലും നീ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. നീ ഒരു ഡീമൺ ഗോഡ് ആണ്. നീ എന്റെ സഹോദരനായിരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇവിടെ ചോസോ പറയാൻ ശ്രമിക്കുന്നത് യൂജിയുടെ അമ്മയെപ്പറ്റിയാണ്. അവരുടെ തലയിലും ഒരു സ്റ്റിച്ചിങ് മാർക്ക് ഉണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴായിരിക്കും അവിടേക്ക് നവോയ എത്തുന്നത്. എന്നിട്ട് പറയും, മെഗൂമി ഇതുവരെ എത്തിയില്ലേ, ഒരുപാട് ലേറ്റ് ആകുന്നു. ചോസോവിനൊന്നും മനസ്സിലാകില്ല. പക്ഷേ ഗോജോ ആദ്യമേ പറഞ്ഞിട്ടുണ്ടാകും, സോർസേഴ്സ് എല്ലാവരും സെൽഫിഷ് ആയവരാണ്. നവോയ യൂജിയോട് പറയും, നിനക്ക് ജീവൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഓടിക്കോ. ആ സമയം തന്നെ അസാധാരണമായ വേഗത്തിൽ നവോയ യൂജിയെ ആക്രമിക്കും. പക്ഷേ യൂജി അതിൽ നിന്ന് രക്ഷപ്പെടും. രണ്ടുപേരെയും ഒരുമിച്ച് ആക്രമിക്കാൻ നവോയ്ക്ക് കഴിഞ്ഞു. അതിനിടയിൽ യൂജി ഒരു കല്ലെടുത്ത് നവോയ്ക്ക് നേരെ എറിഞ്ഞു. പക്ഷേ അതിൽ കാര്യമൊന്നും ഉണ്ടായില്ല. അവന്റെ കൂടിയ അളവിലുള്ള ബലവും വേഗതയും യൂജിക്കും ചോസോവിനും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. നവോയ അത് തന്റെ ടെക്നിക്കാണെന്ന് തുറന്നു പറയുന്നു. അതിനുശേഷം അവിടേക്ക് കൂടിയ അളവിലുള്ള ഒരാളുടെ പ്രസൻസ് 3 പേർക്കും അനുഭവപ്പെടും. നോക്കുമ്പോൾ അവിടെ യൂട്ടയുടെ എൻട്രി ഉണ്ടാവും. ആർക്കാണിവിടെ കൊല്ലേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നവോയ പറയും, ഞാൻ നിന്റെ കൂടെയുള്ളവനാണ്, അതുമല്ലാതെ മാക്കി എന്റെ കസിനാണ്. ഇവർക്കിടയിൽ നിന്ന് ചോസോ യൂജിയോട് പറയും, നവോയ ഒരു സ്പീഡ് ടൈപ്പ് സോർസർ ആണ്. അതുപോലെ യൂട്ടയുടെ കയ്യിൽ നീ കുടുങ്ങിയാൽ മരണം ഉറപ്പാണ്. ഞാൻ നിന്നെ സഹായിക്കാം, വേഗം ഓടിക്കോ. എന്നിട്ട് ചോസോ പിയേഴ്സിംഗ് ബ്ലഡ് എന്ന ടെക്നിക്ക് ഉപയോഗിക്കുന്നു. ആ സമയം യൂജി അവിടെ നിന്ന് ഓടുന്നു. പക്ഷേ അവന്റെ പിന്നാലെ തന്നെ യൂട്ടയും ഉണ്ടാവും. യൂട്ട ആ സമയം ഒരു കാര്യം ചിന്തിക്കും, യൂജിക്കും എന്നെപ്പോലെ വേഗത്തിൽ ഓടാനുള്ള കഴിവുണ്ട്. അതേസമയം നവോയ്ക്കും ചോസോവിനും ഇടയിൽ അടിയുണ്ടാവും. നവോയ പറയും, നിനക്കെങ്ങനെ പിയേഴ്സിംഗ് ബ്ലേഡ് ഉപയോഗിക്കാൻ കഴിയുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ അതുപയോഗിക്കാൻ കുറച്ച് സമയം വേണം, അതിനുള്ളിൽ ഞാൻ നിന്നെ കൊല്ലും. അതിനു മറുപടിയായി ചോസോ പറയും, നീ എന്റെ സഹോദരനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ നീ ഇവിടെ നിന്ന് ജീവനോടെ തിരിച്ചു പോകില്ല. അതിനുശേഷം യൂട്ടയും യൂജിയും തമ്മിലുള്ള ഫൈറ്റ് കാണിക്കുന്നു. യൂട്ടയുടെ ഓരോ ആക്രമണത്തിൽ നിന്നും യൂജി തലനാരിക്ക് രക്ഷപ്പെടുന്നു. ആ സമയം യൂട്ട ചിന്തിക്കും, ഇവനും മാക്കിയെ പോലെയാണ്, ഒരുപാട് കഴിവുകളുണ്ട്. അങ്ങനെ യൂജി ബിൽഡിംഗിൽ നിന്ന് പുറത്തേക്ക് തെറിക്കുന്നു. യൂജിക്ക് യൂട്ടയുടെ കെയർസ് എനർജി അനുഭവപ്പെടുന്നുണ്ട്. അത് വളരെ ഭയങ്കരമായ ഒരു എനർജിയാണ്. എല്ലാം പ്ലാനിങ്ങോടുകൂടിയാണ് ഉപയോഗിക്കുന്നത്. യൂട്ട പറയും, നീ അത് മനസ്സിലാക്കിയോ? ഗോജോ സെൻസയുടെ അത്രയും ഞാൻ ബലശാലിയല്ല, കാരണം സെൻസയാണ് ഇതിൽ പേരുകേട്ടവൻ. കൂടാതെ ഗോജോ സെൻസയ്ക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ കുറഞ്ഞ അളവിലുള്ള എനർജിയെ ഇല്ലാതാകും. പക്ഷേ എനിക്കെങ്ങനെയല്ല കൂടിയ അളവിൽ എനർജി ഇല്ലാതാവും. പറഞ്ഞു തീർന്നെങ്കിൽ നമുക്ക് ആരംഭിക്കാം. അങ്ങനെ ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു ഫൈറ്റ് നടക്കും. യൂജി അതിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ ടോഡ് പറഞ്ഞ കാര്യങ്ങൾ അവൻ ഓർക്കാൻ തുടങ്ങും.
കെയർസ് എനർജി ഉപയോഗിച്ച് എതിരാളിയുടെ ചലനങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും, പക്ഷേ അത് കുറച്ച് കഷ്ടമാണ്. എതിരാളിയുടെ ചലനങ്ങൾ അവസാനമായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. പക്ഷേ നമ്മുടെ യൂട്ട അങ്ങനെയല്ല. വ്യത്യസ്തമായ ഒരു വ്യക്തിയാണ് യൂട്ട. അവന്റെ ശക്തികൾ കൂടുതലാവാൻ തുടങ്ങി. അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടയിൽ കാറിൽ നിന്ന് യൂജി ഒരു കത്തിയെടുക്കുന്നു. ഗോജോ പറഞ്ഞത് അവൻ ഓർക്കുന്നു. ഏതൊരു വസ്തുവിനെയും ഒരു എനർജിയുള്ള ആയുധമാക്കാൻ കഴിയും. യൂജി പക്ഷേ അതൊന്നും പഠിച്ചില്ല. പക്ഷേ എങ്ങനെയോ അവൻ ശ്രമിച്ചു. യൂട്ട ആക്രമിക്കാൻ വന്നപ്പോൾ യൂജി തന്റെ കത്തി ഉപയോഗിച്ച് യൂട്ടയെ തള്ളിമാറ്റുന്നു. അത് കണ്ട യൂട്ട, ഞാൻ നിന്നെ വിലകുറച്ച് കണ്ടു, എന്നിരുന്നാലും നീ ഗോജോ സെൻസയുടെ സ്റ്റുഡന്റാണ്. അങ്ങനെ യൂട്ട റീക്കയെ വിളിക്കുന്നു. എന്നിട്ട് യൂജിയെ പിടിച്ചു വെക്കുന്നു. റീക്ക വന്ന ഉടനെ ചോദിക്കും, ഇവിടെ എന്താ നടക്കുന്നേ? യൂട്ട പറയും, ഒന്നുമില്ല, ഞങ്ങൾ വെറുതെ കളിക്കുകയാണ്. യൂജി ചിന്തിക്കും, ഇതൊരു ഷിക്കിഗാമിയല്ലേ, ഇതെങ്ങനെ ഇവിടെ വന്നു? എന്നിട്ട് യൂട്ട, എനിക്കിത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് യൂജിയുടെ നെഞ്ചിലേക്ക് കത്തി കുത്തിയിറക്കും. അങ്ങനെ ഒന്നാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.